Divisional Accountant Officer Important Question Discussion Chapter 8 Part 3. ഈ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് പ്രൈം കോസ്റ്റും ഓവർഹെഡ് കോസ്റ്റിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഒക്കെയാണ് പഠിച്ചത്. ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈം കോസ്റ്റാണ്. പ്രൈം കോസ്റ്റ് എന്താണ്? പ്രൈം കോസ്റ്റും ഓവർഹെഡ് കോസ്റ്റും. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ട്രേസ്ഡ് ഡയറക്ട്ലി ടു ദ ഐറ്റംസ് മെയ്ഡ്. For example, the cloth in a shirt or the wage of the sewing മെഷീനിസ്റ്റ്. അപ്പം എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രൈം കോസ്റ്റിൻ്റെ വേറൊരു പേര് തന്നെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനകത്ത് വരുന്ന ഡയറക്റ്റായിട്ട് വരുന്ന കോസ്റ്റ്. ഇപ്പം നമ്മളൊരു ഷർട്ട് തയ്ക്കാൻ വേണ്ടി കൊടുത്തു. ഷർട്ട് തയ്ക്കാൻ വേണ്ടി കൊടുക്കുമ്പം അതിൻ്റെ ക്ലോത്തിനും അതിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്ന കോസ്റ്റുകൾ ഏതാണ്? ആ തുണി, ഷർട്ട് തയ്ക്കാൻ കൊടുക്കുന്ന തുണി, പിന്നെന്താണ് അത് തയ്ക്കുന്ന ആൾ, തയ്യക്കാരന് കൊടുക്കുന്ന വേജ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡയറക്റ്റായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റിൻ്റെ വേറൊരു പേര് എന്ത് തന്നെയാണ്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് തന്നെയാണ്. ഒരു കോസ്റ്റ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. 29, The total of the all direct costs is called prime cost. It covers all the costs involved in the physically making the product and other costs that are directly related to the level of output. അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റിനെ തന്നെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ഓൾ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഫിസിക്കൽ. ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യുമ്പം അതിനകത്തുണ്ടാവുന്ന ഡയറക്റ്റായിട്ട് അതിനകത്തുണ്ടാവുന്ന അതിൻ്റെ ഫിസിക്കലി നമുക്ക് അറിയാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം കോസ്റ്റ് അഥവാ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതർ കോസ്റ്റസ് ദാറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു പ്രോഡക്റ്റ് ഔട്ട്പുട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കോസ്റ്റുകളും പ്രൈം കോസ്റ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 30, എക്സാമ്പിൾസ് ഓഫ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് എലോങ് വിത്ത് എനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നെസസറി ലൈക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാരേജസ്. അപ്പോൾ എന്തൊക്കെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസിൽ വരുന്നത്? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. എലോങ് വിത്ത് എനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നെസസറി ലൈക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, കാർട്ടേജ്. ഡയറക്റ്റ് മെറ്റീരിയൽസിൽ നമുക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന വരുന്നുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, കാർട്ടേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ അഥവാ ഡയറക്റ്റ് വേജ് എന്നും പറയാറുണ്ട്. ഇൻക്ലൂഡിങ് എനി അക്രൂവൽ റീപേയ്മെൻറ്റ്സ് മീൻസ് വേജ് കൊടുക്കുക, ലേബറിന് വേജ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് കോസ്റ്റാണ് അഥവാ പ്രൈം കോസ്റ്റാണ്. അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ ഉണ്ടാകുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? പാക്കിങ്, ലോയാലിറ്റി വരുന്നുണ്ട്. ദ പ്രിപ്പറേഷൻ ഓഫ് സ്പെഷ്യൽ ടെംപ്ലേറ്റ്സ് ഓർ ഡിസൈൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾക്കൊരു ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ എടുക്കുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് പ്രൈം കോസ്റ്റ്. ഇപ്പോൾ കാൽക്കുലേഷൻ മെത്തേഡിൽ നമ്മൾ പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് പ്രോബ്ലത്തിനകത്ത് നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. എപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. താഴത്തെ ഇക്വേഷൻ നോക്കുക. ദ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ അഥവാ ഡയറക്റ്റ് വേജ് പ്ലസ് ഡയറക്റ്റ് അതർ എക്സ്പെൻസസ്. ഇത്രയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം കോസ്റ്റ് അഥവാ ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 31, വാട്ട് ഈസ് ഓവർഹെഡ് കോസ്റ്റ്? ഓവർഹെഡ് കോസ്റ്റ് എന്താണെന്നാണ്. ഓവർഹെഡ് കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് എന്നും നമ്മുടെ ഓവർഹെഡ് കോസ്റ്റിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് അഥവാ ഓവർഹെഡ് കോസ്റ്റ്? ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി ഇൻക്ലൂഡിങ് എനി അക്രൂവൽ ഓർ റീപേയ്മെൻറ്റ്സ്. ഇറ്റ് ആൾസോ ഇൻക്ലൂഡഡ് ഓൾ അതർ എക്സ്പെൻസസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ബട്ട് നോട്ട് ഇൻ ദ ഡയറക്റ്റ് മാറ്റർ. അതായത് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഡയറക്റ്റ് എക്സ്പെൻസസ് അഥവാ ഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം നമ്മൾ പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടി എടുത്തു. അത് കഴിഞ്ഞ് വരുന്ന ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എവിടെയാണ്? ഫാക്ടറിയിലുണ്ടാവുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർഹെഡ് കോസ്റ്റ് അഥവാ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഓൾ അതർ എക്സ്പെൻസസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട്
ബട്ട് നോട്ട് ഇൻ ദ ഡയറക്റ്റ് മാനർ. ഒരു ഡയറക്റ്റ് മാനറിലുള്ളതല്ല, പക്ഷേ എന്താണ്, ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലുണ്ടാവുന്ന ഇൻഡയറക്റ്റ്ലി വരുന്ന എക്സ്പെൻസസുകളെയൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫാക്ടറി ഓവർഹെഡ് അഥവാ ഓവർഹെഡ് കോസ്റ്റ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ഓവർഹെഡ് കോസ്റ്റ് 32. ഫാക്ടറി റെൻ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് ഫാക്ടറി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഫാക്ടറി റെൻറ്റ് കൊടുക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് അഥവാ ഓവർ ഹെഡ് ആണ്. ലേബർ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ലേബറിനെ വെച്ച്, ഇപ്പോൾ ഒരു ഗോഡൗണിൽ നിന്ന് വേറൊരു ഗോഡൗണിലോട്ട് ഗുഡ്സ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ലേബേഴ്സിന് കൊടുക്കുന്ന ചാർജ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഔട്ട്പുട്ടിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല, നമ്മളറിയുന്നില്ല. നമ്മൾ കിട്ടിയേക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ ഗോഡൗണിൽ ഇരുന്നിരുന്ന് വന്നതാണെന്ന് നമ്മൾ ഓർക്കുന്നില്ല. സോ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ഫാക്ടറി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഫാക്ടറിയിലും പ്ലാന്റിലും എക്യുപ്മെൻറ്റ്സിലും ഉണ്ടാകുന്ന തേയ്മാനം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അഥവാ ഓവർഹെഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 33. ഫാക്ടറി ഓവർഹെഡ് കാണുന്നത് എങ്ങനെയാണ്, ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫാക്ടറി, അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പം ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദ ഫാക്ടറി അഥവാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. 34. therefore the total cost of production is. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് അഥവാ ഓവർഹെഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, പ്രൈം കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പം നമ്മൾ പഠിച്ചത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി പ്രൈം കോസ്റ്റ് പ്ലസ് ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ്. പിന്നെ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാനുള്ള ഇക്വേഷനെ ഇപ്പോൾ പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടി എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ എന്താ, നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണണം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം പഠിച്ചായിരുന്നു, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ കൂടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് കൂട്ടി ഇപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, കാർട്ടേജ് ഇൻവേർഡ് ആഡ് ചെയ്ത് മൈനസ് റിട്ടേൺ ഔട്ട്വേർഡ് കുറച്ച് പിന്നെ എന്തുകൂടെ കുറയ്ക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസും കൂടെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ ഒന്നുകൂടെ പറയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് ക്യാരേജ് ഇൻവേർഡ്. അതിനകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്യണം, മൈനസ് ക്യാരേജ് ഔട്ട്വേർഡ്, അതായത് റിട്ടേൺ ഔട്ട്വേർഡ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്നത്. അടുത്ത ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസസ് എന്താണ്, ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫാക്ടറി, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദിസ് കാൽക്കുലേഷൻ വിൽ ബി യൂസ്ഡ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻ ദ പ്ലേസ് ഫോർ പർച്ചേസ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് മെയിനായിട്ട് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്സിലാണ്, ട്രേഡിംഗ് അക്കൗണ്ട്സ് ഇൻ ദ പ്ലേസ് ഓഫ് പർച്ചേസ്. അപ്പം നമുക്ക് നോക്കാം, ഇക്വേഷൻ ഓവറോൾ നമുക്ക് മനസ്സിലായല്ലോ. ദ പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടി ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം കൂടെ കൂട്ടുന്നു. പിന്നെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണാൻ വേണ്ടി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് റോ മെറ്റീരിയൽസ് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, ക്യാരേജ് ഇൻവേർഡ് ഉണ്ടാവും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് ക്യാരേജ് ഔട്ട്വേർഡും റിട്ടേൺ ഔട്ട്വേർഡും പിന്നെ എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസും കൂടെ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം ആണ് നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രൈം കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും പ്രൈം കോസ്റ്റ് കാണാനാണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽസ് 40,000 തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ 30,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 25,000. അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയായിരുന്നു പഠിച്ചത്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ്
എക്സ്പെൻസസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് 40,000, ഡയറക്റ്റ് ലേബർ ഉണ്ട് 30,000, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട് 25,000. ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. എത്ര കിട്ടി? 95,000 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36. കാൽക്കുലേറ്റ് ദ പ്രൈം കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ തന്നേക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്ര തന്നേക്കുന്നു? 12,500. പർച്ചേസ്ഡ് ഓഫ് റോ മെറ്റീരിയൽസ് 75,000. എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ റോ മെറ്റീരിയൽസ് 5,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 22,500. വേജസ് എത്ര പറഞ്ഞേക്കുന്നത്? 47,600. ഡയറക്റ്റ് എക്സ്പെൻസസ് 23,400. കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് കാൽക്കുലേറ്റ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തേക്കുന്നതും നമുക്ക് കാണണം. നമുക്ക് ആദ്യം എന്ത് കാണാം? ആദ്യം നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ പഠിച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് പിന്നെന്താ പർച്ചേസ് പ്ലസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ റോ മെറ്റീരിയൽസ് മൈനസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയുണ്ട്? 12,000. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പർച്ചേസ് എത്ര പറഞ്ഞേക്കുന്നത്? 75,000 പ്ലസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ റോ മെറ്റീരിയൽസ് 5,000 മൈനസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 22,500. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 70,000 എന്ത് വരും? റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് വരും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പ്രൈം കോസ്റ്റ് കാണാം. പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടി റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയലാണ് ഈ പറഞ്ഞ പ്രൈം കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ് 70,000 കണ്ടുപിടിച്ചത്. സോ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് അഥവാ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ എത്രയുണ്ട്? 70,000 പ്ലസ് എത്ര? ലേബർ എത്രയുണ്ട്? 47,600 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുണ്ട്? 23,400. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,41,000 എന്ത് വന്നു? നമുക്ക് പ്രൈം കോസ്റ്റ് വന്നു. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ട കാരണം അതുണ്ടെങ്കിലേ നമുക്ക് പ്രൈം കോസ്റ്റ് കാണാൻ പറ്റത്തുള്ളൂ. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര കിട്ടി? 70,000 കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. വാട്ട് യു മീൻ ബൈ വർക്കിംഗ് പ്രോഗ്രസ്? വർക്കിംഗ് പ്രോഗ്രസ് എന്താണ്? വർക്കിംഗ് പ്രോഗ്രസ് എന്താണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഗുഡ്സ് വിച്ച് ആർ നോട്ട് ഫിനിഷ്ഡ് ആർ നോൺ ആസ് വർക്കിംഗ് പ്രോഗ്രസ്. ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഈസ് ആഡഡ് ടു ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ദ വർക്കിംഗ് പ്രോഗ്രസ് ലെഫ്റ്റ് ഇൻ ദ എൻഡ് ഓഫ് ദ ഇയർ വിൽ നീഡ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ടു ഗിവൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ്. അപ്പം അങ്ങനെ വരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും ഇല്ല എന്നാൽ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിൽ നടന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ അതെന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുവാണ്. ആഡഡ് ടു ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്താണ് എന്ത് കാണിക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് കാണിക്കുന്നത്. ആൻഡ് ലെഫ്റ്റ് വർക്കിംഗ് പ്രോഗ്രസ് ലെഫ്റ്റായിട്ടിരിക്കുന്ന എന്ത് ചെയ്യും? മറ്റേത് എൻഡിൽ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ട് ചെയ്യും. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യും, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യും? സബ്സ്ട്രാക്ട് ചെയ്യും. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ നോട്ട് ഫിനിഷ്ഡ് ആണ്, ഫിനിഷ്ഡ് ആയിട്ടില്ല എന്നാൽ അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യും, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അറ്റ് ദ എൻഡിൽ സബ്സ്ട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് 38. വാട്ട് ഈസ് സ്ക്രാപ്പ്? എന്താണ് സ്ക്രാപ്പ്? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്ക്രാപ്പ് ഈസ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദി മാനുഫാക്ചറിങ് പ്രോസസ്. ദ എമൗണ്ട് റിയലൈസ്ഡ് ഫോർ ദി സെയിൽസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് അഡ്ജസ്റ്റഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം നമ്മൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവുന്ന വേസ്റ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുമ്പോൾ ഇപ്പോൾ ഒരു ടേബിൾ മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ തടി നമ്മൾ ചീകി കളയാറുണ്ട്, ചീകി അതിനെ പോളിഷ് ചെയ്ത്. അപ്പോൾ അതെല്ലാം എന്താണ്? അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളാണ്, വേസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണത്? എമൗണ്ട്
എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദി സെയിൽ. അപ്പം സ്ക്രാപ്പിൽ നിന്നും ഉണ്ടാവുന്ന എമൗണ്ട് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം. അതിനെ ഇൻകമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 39 എക്സാമ്പിൾസ് ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറയുന്നത്? കട്ടിങ് ഓഫ് ക്ലോത്ത് ഇൻ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഫാക്ടറി, മെറ്റീരിയൽ കട്ടിങ് ഇൻ എൻജിനീയറിംഗ് ഫാക്ടറീസ് എക്സെട്ര. ഒരു ഗാർമെൻറ്റ്സ് തുണിക്കടയിൽ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൽ അവിടെ തുണി കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, പിന്നെന്താണ് ഒരു എൻജിനീയറിംഗ് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ. ഇതൊക്കെ ഈ വേസ്റ്റുകളൊക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ സ്ക്രാപ്പ് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്രാപ്പ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന മെറ്റീരിയൽസ് അതിന് വാല്യൂ ഉണ്ട്. അതിനെ നമ്മൾ ഇൻകമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈം കോസ്റ്റ് കാണാനും ഓവർ ഹെഡ് കോസ്റ്റുകൾ എന്താണെന്ന്. പ്രൈം കോസ്റ്റ് മീൻസ് ഡയറക്റ്റ് കോസ്റ്റ്. ഓവർ ഹെഡ് കോസ്റ്റ് മീൻസ് എന്താണ്? ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ്. ഇത് പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു. പ്രൈം കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ ചിലപ്പോൾ ഡയറക്റ്റ് തന്നിരിക്കില്ല ക്വസ്റ്റ്യനിൽ. അതിനെ നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് ഇൻവേർഡ് മൈനസ് ക്യാരേജ് റിട്ടേൺ ഔട്ട്വേർഡ് മൈനസ് ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കി നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എഴുതുക. അതിൻ്റെ കൂടെ പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇൻവേർഡ് ഉണ്ടെങ്കിൽ ക്യാരേജ് ഇൻവേർഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. മൈനസ് റിട്ടേൺ ഔട്ട്വേർഡ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ക്ലോസിങ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കിട്ടും, അഥവാ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രോബ്ലംസ് നോക്കി. പിന്നെ നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് എന്താണെന്ന് പഠിച്ചു. ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആവാത്ത മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്നത്, അതായത് നോട്ട് ഫിനിഷ്ഡ്. പിന്നെ സ്ക്രാപ്പ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.